നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഉദ്ഘാടനത്തിന്റെ സംഘാടക സമിതി രൂപീകരണവും ഹോളോഗ്രാം സൂ നിർമ്മാണോദ്ഘാടനവും നടന്നു. ജനാധിപത്യത്തെ വീണ്ടെടുക്കുവാൻ പുതിയ സമരങ്ങൾ ഉയർന്നുവരണമെന്ന് ഡോക്ടർ കെ അരവിന്ദാക്ഷൻ. നെല്ലങ്കര മാർ എസ്തപ്പാനോസ് പള്ളിയിൽ വിധവ വിഭാര്യ അവിവാഹിത സംഗമം മെത്രാപ്പൊലീത്ത മാർ ഔഗീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. സെപ്റ്റംബർ 28-ന് കുരിയച്ചിറ സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ ഓണാഘോഷം നടത്തുമെന്ന് ലയൺസ് ക്ലബ് ഭാരവാഹികൾ. വിശദമായ വാർത്തകളിലേക്ക്. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഉദ്ഘാടനത്തിന്റെ ഭാഗമായുള്ള സംഘാടക സമിതി രൂപീകരണവും ഹോളോഗ്രാം സൂ നിർമ്മാണോദ്ഘാടനവും നടത്തി. പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ ആരംഭിക്കുന്ന ഹോളോഗ്രാം സൂവിന്റെ നിർമ്മാണോദ്ഘാടനവും പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഉദ്ഘാടനത്തിന്റെ ഭാഗമായുള്ള സംഘാടക സമിതി രൂപീകരണവും നടത്തി. 336 ഏക്കർ വനഭൂമിയിൽ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ദക്ഷിണേന്ത്യയിലെ തന്നെ മാതൃകാ സുവോളജിക്കൽ പാർക്കായി മാറാൻ പോകുകയാണെന്നും ഇനിയും പുതിയ സങ്കേതങ്ങൾ ഉപയോഗിച്ച് വന്യജീവികളുടെ സവിശേഷതകൾ കാണാൻ കഴിയുന്ന ഒരു പാർക്കായി പുത്തൂർ സുവോളജിക്കൽ പാർക്കിനെ മാറ്റിയെടുക്കുവാൻ ആഗ്രഹിക്കുന്നതായും ഹോളോഗ്രാം സൂ നിർമ്മാണോദ്ഘാടനവും സംഘാടക സമിതി രൂപീകരണത്തിന്റെ ഉദ്ഘാടനവും ഓൺലൈനായി നിർവഹിച്ചുകൊണ്ട് വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. ഈ വിധത്തിൽ പുത്തൂർ സുവോളജിക്കൽ പാർക്കുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ എത്തിക്കുന്നതിന് പ്രധാന പങ്കുവഹിച്ചത് കിഫ്ബി എന്ന സംവിധാനമാണെന്നും ഇവിടെ ചെലവഴിച്ച 370.5 കോടി രൂപയിൽ 330.5 കോടി രൂപയും ലഭ്യമാക്കിയത് കിഫ്ബി വഴിയാണെന്നും അധ്യക്ഷ പ്രസംഗത്തിൽ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ കോർപ്പറേഷന്റെ ഡെപ്യൂട്ടി മേയറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ അസൗകര്യമായി ഈ പ്രശ്നം പരിഹരിക്കാൻ ആധുനിക രീതിയിലുള്ള പുതിയ സങ്കേതങ്ങൾ ഉപയോഗിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. വന്യജീവികളുടെ ഒരു മായാജാലം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ വന്യജീവികളുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരു പ്രതീതി നമുക്കുണ്ടാകുക. അതിനാണ് ഈ മായാജാലം ഒരുക്കുന്ന ഹോളോഗ്രാം സൂ എന്ന പേരിൽ ഒരു സംവിധാനം ഒരുക്കുന്നത്. ഈ ഹോളോഗ്രാം സൂവിൻ്റെ നിർമ്മാണോദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത്. പുത്തൂർ സുവോളജിക്കൽ പാർക്കിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് സംഘാടക സമിതി രൂപീകരിച്ചു. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഒക്ടോബർ 28-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും. ഉദ്ഘാടന ചടങ്ങ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് 501 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ, റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, MP-മാർ, മേയർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ, വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരടങ്ങിയ സംഘാടക സമിതിയാണ് രൂപീകരിച്ചത്. സുവോളജിക്കൽ പാർക്ക് ഓറിയന്റേഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മുഖ്യാതിഥിയായി. സുവോളജിക്കൽ പാർക്ക് സ്പെഷ്യൽ ഓഫീസർ KJ വർഗീസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. മുൻ MLA MP വിൻസെന്റ്, പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ, നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ്, തൃശൂർ കോർപ്പറേഷൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് കണ്ടംകുളത്തി തുടങ്ങിയവർ സംസാരിച്ചു. ഉല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി, പുത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ്, ഉല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിനി പ്രദീപ് കുമാർ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PS ബാബു, പുത്തൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നളിനി വിശ്വംഭരൻ,
ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PS സജിത്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിബി വർഗീസ്, പുത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുജിത അർജുനൻ, TC ജിനോ തുടങ്ങിയവർ പങ്കെടുത്തു. ജനാധിപത്യത്തെ വീണ്ടെടുക്കുവാൻ പുതിയ സമരങ്ങൾ വേണമെന്ന് ഡോക്ടർ കെ അരവിന്ദാക്ഷൻ. ജനാധിപത്യത്തെ വീണ്ടെടുക്കുവാനുള്ള പുതിയ സമരങ്ങൾ ഉയർന്നുവരണമെന്ന് ചിന്തകനും എഴുത്തുകാരനുമായ ഡോക്ടർ കെ അരവിന്ദാക്ഷൻ പറഞ്ഞു. പിറന്ന നാട്ടിൽ വോട്ട് ചെയ്യുവാൻ ജനങ്ങൾക്ക് പൗരത്വം തെളിയിക്കേണ്ട അവസ്ഥയാണ്. ഈ കെട്ടകാലത്തും ഇന്ത്യയുടെ പ്രതീക്ഷയാണ് രാഹുൽ ഗാന്ധി. രാഹുൽ നടത്തുന്ന പോരാട്ടങ്ങൾ ജനാധിപത്യ വിശ്വാസികൾക്ക് നൽകുന്ന ആത്മവിശ്വാസം വളരെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി നേടിയെടുത്ത വിജയത്തിന് പുറകിൽ വോട്ട് അട്ടിമറിയുണ്ടെന്ന് രാഹുൽ നടത്തിയ വെളിപ്പെടുത്തലിലൂടെ വ്യക്തമായി കഴിഞ്ഞുവെന്നും കെ അരവിന്ദാക്ഷൻ പറഞ്ഞു. നെല്ലങ്കര മാർ എസ്തപ്പാനോസ് സഹദാ പള്ളിയിൽ ഹൃദയപൂർവ്വം വിധവ വിഭാര്യ അവിവാഹിത സംഗമം നടത്തി. പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ മാർ എസ്തപ്പാനോസ് സഹദാ പള്ളിയുടെ നവതിയോടനുബന്ധിച്ച് മഹിളാ സമാജത്തിന്റെ നേതൃത്വത്തിൽ വിധവ വിഭാര്യ അവിവാഹിത സംഗമം നടത്തി. സഭാ മേലധ്യക്ഷൻ അഭിമന്യ മാർ ഔഗീൻ കുര്യാക്കോസ് മെത്രാപൊലിത്ത തിരുമേനി ഉദ്ഘാടനം ചെയ്തു. ഇടവക വികാരി റവറന്റ് ഫാദർ മൈക്കിൾ P. വള്ളവന്ത്ര അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര ട്രസ്റ്റ് ചെയർമാൻ അബി പൊന്മണിശ്ശേരി, റവറന്റ് ഫാദർ VV ജോസഫ്, സീനിയർ വൈദികൻ AC അന്തോണി കശീശ, സഹവികാരി MD അബി, ഇടവക കൈക്കാരൻ തിമോത്തി വടക്കൻ, കേന്ദ്ര ട്രസ്റ്റി വൈസ് ചെയർമാൻ ഗിഫ്റ്റൻ P. ജോസഫ്, കേന്ദ്ര മഹിളാ സമാജം സെക്രട്ടറി മേരി പോൾ, ഇടവക മഹിളാ സമാജം സെക്രട്ടറി ഹെലൻ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. മഹിളാ സമാജം കമ്മിറ്റി അംഗങ്ങളായ ബേബി ആന്റണി, മേഴ്സി വിൽസൺ, സാറ തിമത്തി, ജോളി PJ തുടങ്ങിയവർ നേതൃത്വം കൊടുത്തു. കേരള പ്രവാസി സംഘം ഒക്ടോബർ 7 സംസ്ഥാന വ്യാപകമായി കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുൻപിൽ 24 മണിക്കൂർ രാപ്പകൽ സമരം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 28, 29 തീയതികളിൽ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിക്കും. കേരള പ്രവാസി ക്ഷേമനിധിയിലേക്ക് കേന്ദ്ര സർക്കാർ വിഹിതം അനുവദിക്കുക, പ്രവാസി പുനരധിവാസം ഉറപ്പാക്കുക, സമഗ്ര കുടിയേറ്റം നിയമം നടപ്പിലാക്കുക, വിമാന ചാർജ് ഏകീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തുന്നത്. വാർത്താസമ്മേളനത്തിൽ MK ശശിധരൻ, KV അഷ്റഫ് ഹാജി, NB മോഹനൻ, സുലേഖ ജമാലു തുടങ്ങിയവർ പങ്കെടുത്തു. വടക്കാഞ്ചേരി ബ്ലോക്ക് മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ 18ാമത് വാർഷിക പൊതുയോഗം അത്താണി ബ്രാഞ്ച് ഹാളിൽ നടത്തി. സംഘം പ്രസിഡന്റ് EK ദിവാകരൻ അധ്യക്ഷത വഹിച്ചു. വായ്പ തിരിച്ചടയ്ക്കാതെ കുടിശ്ശിക വരുത്തിയ വ്യക്തികളുടെ ഭൂമികളും കെട്ടിടങ്ങളും ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിച്ചു വരികയാണെന്നും പ്രസിഡന്റ് പറഞ്ഞു. സംഘം ജീവനക്കാരുടെ മക്കളിൽ ഉന്നത വിജയം നേടിയവർക്കും മെമന്റോയും ക്യാഷ് അവാർഡ് നൽകി അനുമോദിച്ചു. സംഘം സെക്രട്ടറി ശോഭന പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഡയറക്ടർമാരായ CA ശങ്കരൻകുട്ടി, G സത്യൻ, PN ഗോകുലൻ, അനിൽകുമാർ MA, രമാദേവി KS, ജോൺസൺ AP, ശശിധരൻ KG, സുഷിമോൾ KS, ജോൺസ് വർഗീസ്, അബ്ദുൾ നാസർ മങ്കരാം, എനിഫ KS, ലില്ലി PL, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ, V മുരളി തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ നാട്ടിലെ സഹകരണ മേഖലയെക്കുറിച്ച് പൊതുവെ ചില വിശ്വാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ഡെപ്പോസിറ്റ്, കോടിക്കണക്കിന് രൂപ, ലക്ഷക്കണക്കിന് കോടി രൂപ ഡെപ്പോസിറ്റിന് പ്രശ്നമാണ് സഹകരണ മേഖല. ഇന്ത്യക്ക് മാതൃകയായിട്ടുള്ള ഒന്നാണ് സഹകരണ മേഖല. പക്ഷേ ആ സഹകരണ മേഖലയിടയിൽ പലതരത്തിലുള്ള പുൽക്കൂട്ടുകൾ സംബന്ധിച്ച് അതിൻ്റെ വിശ്വാസത്തിന് ചെറിയ കോട്ടമുണ്ടായിട്ടുണ്ട്. പക്ഷേ സഹകാരികളുടെ ശക്തമായ നിലപാടുകൊണ്ട് നമുക്ക് ഈ പ്രസ്ഥാനത്തിന് തകർച്ചയില്ലാതെ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. ഗവൺമെൻറ്റും അതുപോലെ സജീവമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട്. എല്ലാവരുടെയും സഹകരണമുണ്ട്. ഒരു നിയമം തന്നെ അടുത്ത പ്രാവശ്യം അസംബ്ലിയിൽ കൊണ്ടുവന്നത് ആയിരിക്കാൻ വേണ്ടിയാണ്. പുതിയ ഫാക്ടറി കൊണ്ടുവരുമ്പോൾ, കൈലോ ഭേദഗതി കൊണ്ടുവരുമ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആതുര സേവന സംഘടനയായ ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ തൃശൂർ, പാലക്കാട് ജില്ലകൾ ഉൾപ്പെടുന്ന 318 DD നേതൃത്വത്തിൽ സെപ്റ്റംബർ 28 വിപുലമായ രീതിയിൽ ഓണാഘോഷവും മത്സരങ്ങളും നടത്തുന്നു. കുരിയച്ചിറ സെന്റ് ജോസഫ് ഹൈസ്കൂൾ ആണ് വേദി. ഇതിലെ പ്രധാന ആകർഷണങ്ങൾ
80ഓളം പൂക്കളങ്ങൾ, 250 പേർ പങ്കെടുക്കുന്ന മെഗാ തിരുവാതിര, കൂടാതെ ബെസ്റ്റ് കപ്പിൾ ഫോട്ടോ ഷൂട്ട് മത്സരം, മാവേലി വാമനൻ പ്രച്ഛന്നവേഷ മത്സരം, വടംവലി, ഉറിയടി മത്സരവും നടത്തപ്പെടുന്നു. ആഘോഷ പരിപാടിയിൽ ഭാഗമാകാൻ എല്ലാ സുഹൃത്തുക്കളെയും ക്ഷണിച്ചുകൊള്ളുന്നതായി ടി ജയകൃഷ്ണൻ ഡിസ്ട്രിക്ട് ഗവർണർ അറിയിച്ചു. പത്രസമ്മേളനത്തിൽ ജയകൃഷ്ണൻ, ഡിസ്ട്രിക്ട് ഗവർണർ പാപ്പച്ചൻ കെ, മുരളീധരൻ PN, നിർമ്മല മുരളി, എഡിസൺ ഫ്രാൻസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇത്രയും പൂക്കളങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ റയറായിട്ടാണ് നമുക്കൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. 80ഓളം പൂക്കളങ്ങൾ ഒരു സ്ഥലത്ത് 5x5 വലുപ്പമുള്ള പൂക്കളങ്ങൾ അവിടെ ഒരൊറ്റ സ്ഥലത്ത് ഇടാനുള്ള ഒരു സന്ദർഭമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് തന്നെ പ്രദർശിപ്പിക്കാൻ ഒരു മത്സരമാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് എല്ലാം നല്ല ഒരു കലാമൂല്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അത് വരും. അതിന് പുറമെ ബെസ്റ്റ് കപ്പിൾ കോൺടെസ്റ്റ് തുടങ്ങിയവ കൂടെ ആ ദിവസം ഉണ്ടായിരിക്കുന്ന റീജിയനുകൾ തിരിച്ചുകൊണ്ടൊരു വടംവലിയും ഉറിയടിയുമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എല്ലാം നിങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ ഈ അവസരത്തിൽ നിങ്ങളെ ക്ഷണിക്കുക. ഇനിയൊരു ഇടവേള. ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീ കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാടും നീ എൻ സ്വന്തം SRK Gold and Diamonds, Kalathod, Thrissur, making every celebration sparkle. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ടാ? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ്
അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. പലവക എന്ന സംഘടന നവരാത്രിയോടനുബന്ധിച്ച് ബൊമ്മക്കൊലി പ്രദർശനം ഇക് എന്ന പേരിൽ ഗാസയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നടത്തുമെന്ന് നിരഞ്ജന വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 28-ന് 4:30 പ്രദർശനം ആരംഭിക്കും. ഒക്ടോബർ 2-ന് വിജയദശമി ദിവസം പ്രദർശനം സമാപിക്കുമെന്നും പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ നിരഞ്ജന അറിയിച്ചു. അതിശക്തമായ മഴ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മലപ്പുറം, തൃശൂർ, പാലക്കാട്, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ടും ശക്തമായ കാറ്റിനും സാധ്യത. തീരദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. കേരള തീരത്ത് മത്സ്യബന്ധന വിലക്ക് തുടരുന്നു. EMSന്റെ മകൾ മാലതി ദാമോദരൻ അന്തരിച്ചു. 87 വയസ്സായിരുന്നു. ഇന്ന് പുലർച്ചെ 3:30 അന്ത്യം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന EMS നമ്പൂതിരിപ്പാടിന്റെ മകളാണ്. ശാസ്താമംഗലം ലൈനിലുള്ള വീട്ടിൽ പുലർച്ചെ 3:30 അന്ത്യം. മുളയം മുല്ലങ്കര ചിറ്റിലപ്പിള്ളി പൂലോക്കാരൻ ദേവസി ഭാര്യ മറിയം അന്തരിച്ചു. 95 വയസ്സായിരുന്നു. സംസ്കാര ശുശ്രൂഷ സെപ്റ്റംബർ 28-ന് ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് സ്വവസതിയിൽ ആരംഭിച്ച് തുടർന്ന് മുല്ലക്കര മുളയം റോഡ് ഇൻഫന്റ് ജീസസ് പള്ളിയിൽ മൃതദേഹം സംസ്കരിക്കും. മക്കൾ മേഴ്സി, ജോൺസൺ, പൊറിഞ്ചു, ഗ്രേസി, വർഗീസ്, അൽഫോൺസ, ഫ്രാൻസിസ്. മരുമക്കൾ തോമസ്, റോസിലി, ലിസി, ഫ്രാൻസിസ്, ശാന്ത, വിൽസൺ, ബേബി. മറ്റു വാർത്തകൾ ഒരു ഇടവേളയ്ക്ക് ശേഷം. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. ഓഫറുകൾ തൻ മായാജാലം, ചുറ്റും തീർക്കും ഓണക്കാലം. സമ്മാനങ്ങൾ വാരിക്കൂട്ടം, വാഗ്ദാനങ്ങൾ വേണ്ടതിലേറെ. അപ്ലയൻസ്, മൊബൈൽ, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് വാങ്ങണം, പക്ഷേ എവിടെ നിന്ന്? യഥാർത്ഥ ഓഫർ, യഥാർത്ഥ ഡിസ്കൗണ്ട് നമ്മുടെ പിട്ടാപ്പിള്ളിയിൽ മാത്രം. വൻ ഓഫറുകൾ തൻ യഥാർത്ഥ മേളം, പിട്ടാപ്പിള്ളിയിൽ റിയൽ ഓണത്തിൽ. വന്നോണം പൊന്നോണം, ഇത് പിട്ടാപ്പള്ളിയിൽ റിയൽ ഓണം. പിട്ടാപ്പിള്ളി ഏജൻസീസ്. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. നീലി എന്റെ എല്ലാ പ്രശ്നത്തിലും കൂടി ഉണ്ടായിരുന്നു. ഇനി ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും നിന്നെ ഞാൻ ഇവിടെ മുമ്പ്. അയ്യോ ചേട്ടൻ. വീണ്ടും വാർത്തയിലേക്ക്. അന്തിക്കാട് പാലാഴിയിൽ യുവാവിനെ ആക്രമിച്ച കേസിൽ ഒളിവിൽ പോയിരുന്ന പ്രതികളെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം തമിഴ്നാട് കൊടൈക്കനാലിൽ നിന്നും അറസ്റ്റ് ചെയ്തു. മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ കാരമുക്ക് വില്ലേജിൽ മാമ്പുള്ളി ദേശത്ത് പാറയ്ക്ക വീട്ടിൽ ആഷിഖ് വർഗീസ് എന്നയാളെ
പാലാഴിയിലെ വായനശാലയ്ക്ക് സമീപം വെച്ച് തടഞ്ഞു നിർത്തി ആക്രമിച്ച സംഭവത്തിൽ മണലൂർ പണ്ടാരൻ വീട്ടിൽ പവൻദാസ്, മണലൂർ പാലാഴി വിളക്കേത്ത് വീട്ടിൽ വിഷ്ണുദേവ്, മണലൂർ പാലാഴി തണ്ടയിൽ വീട്ടിൽ രാഹുൽ എന്നിവരെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കൊടൈക്കനാലിൽ നിന്നും പിടികൂടി. വിഷ്ണുദേവ് അന്തിക്കാട്, പാവറട്ടി പോലീസ് സ്റ്റേഷനുകളിലായി മനുഷ്യജീവൻ അപകടം വരുത്തുന്ന രീതിയിൽ വാഹനമോടിച്ചതിന് ഒരു കേസടക്കം 2 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സരിൽ AS, സബ് ഇൻസ്പെക്ടർ അഫ്സൽ, സിവിൽ പോലീസ് ഓഫീസർമാരായ പ്രതീഷ്, കിരൺ, ഡ്രൈവർ CPO സജു തുടങ്ങിയവർ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. കൊടുങ്ങല്ലൂരിൽ അറസ്റ്റ് വാറണ്ടുമായി എത്തിയ പോലീസിനെ കണ്ട് കുളത്തിൽ ചാടിയ വധശ്രമമടക്കം നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയായ ആഷിഖ് അച്ചു അറസ്റ്റിൽ. 2021 സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട യുവതിയുമായി സൗഹൃദത്തിലായ പ്രതി യുവതിയോട് 2 ലക്ഷം രൂപ ആവശ്യപ്പെടുകയും ഈ തുക നൽകാത്തതിലുള്ള വൈരാഗ്യത്താൽ സൗഹൃദത്തിലായിരുന്ന സമയത്ത് യുവതി അറിയാതെ എടുത്തിരുന്ന ഫോട്ടോകളും വീഡിയോകളും അശ്ലീല സന്ദേശങ്ങളും യുവതിയുടെ അമ്മയുടെയും സഹോദരിയുടെയും സുഹൃത്തുക്കളുടെയും ഫോണിലേക്ക് അയച്ചുകൊടുത്ത് യുവതിക്ക് മാനഹാനി വരുത്തിയ സംഭവത്തിന് ഇരിഞ്ഞാലക്കുട സൈബർ പോലീസ് സ്റ്റേഷനിലെടുത്ത കേസിലെ പ്രതിയായ ആച്ചു എന്നറിയപ്പെടുന്ന കൊടുങ്ങല്ലൂർ SN പുരം സ്വദേശി വടക്കൻ വീട്ടിൽ ആഷിഖ് എന്നയാളെയാണ് കൊടുങ്ങല്ലൂരിൽ നിന്നും തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. തൃശൂർ റൂറൽ സൈബർ പോലീസ് സ്റ്റേഷൻ SHO സുജിത് PS, GSI അശോകൻ TN, CPOമാരായ ഷിബു, വാസു, അനീഷ്, പവിത്രൻ തുടങ്ങിയവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ജയ്ഹിന്ദ് മാർക്കറ്റിൽ സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച കേസിലെ പ്രതികൾ അറസ്റ്റിൽ. നെടുപ്പുഴ സ്വദേശിയായ പല്ലൻ വീട്ടിൽ സഞ്ജയ് നിക്സൺ, ഒല്ലൂർ പെരുവാംകുളങ്ങര സ്വദേശിയായ ഇരിപ്പിൽ വീട്ടിൽ ആദിത്യൻ എന്നിവരെയാണ് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഇളങ്കോ R IPSന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പിടികൂടിയത്. ഈ കേസിലെ പ്രതിയായ സഞ്ജയ് നിക്സൺ ഒല്ലൂർ പോലീസ് സ്റ്റേഷനിലെ 2 കേസുകളിലെ പ്രതിയാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. അന്വേഷണ സംഘത്തിൽ ഈസ്റ്റ് ഇൻസ്പെക്ടർ MJ ജിജോ, സബ് ഇൻസ്പെക്ടർ ബിബിൻ P നായർ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പ്രതീഷ്, സിവിൽ പോലീസ് ഓഫീസർ അജ്മൽ തുടങ്ങിയവരും ടീം അംഗങ്ങളായ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ PK പഴനി, സാങ്കോങ് ടീം അംഗങ്ങളായ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ PK പഴനി സ്വാമി, സിവിൽ പോലീസ് ഓഫീസർമാരായ സജി ചന്ദ്രൻ, K കൃഷ്ണപ്രസാദ്, KB സുനീപ്, റെജിൻ C രാജൻ, PT സിംസൺ, C ശ്രീജിത്ത്, PJ നൈജോൺ, K അരുൺ തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഉദ്ഘാടനത്തിന്റെ സംഘാടക സമിതി രൂപീകരണവും ഹോളോഗ്രാം സൂ നിർമ്മാണോദ്ഘാടനവും നടന്നു. ജനാധിപത്യത്തെ വീണ്ടെടുക്കുവാൻ പുതിയ സമരങ്ങൾ ഉയർന്നുവരണമെന്ന് ഡോക്ടർ K അരവിന്ദാക്ഷൻ. നെല്ലങ്കര മാർ എസ്തപ്പാനോസ് പള്ളിയിൽ വിധവ വിഭാര്യ അവിവാഹിത സംഗമം മെത്രാപ്പൊലീത്ത മാർ ഔഗീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. സെപ്റ്റംബർ 28-ന് കുരിയച്ചിറ സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ ഓണാഘോഷം നടത്തുമെന്ന് ലയൺസ് ക്ലബ് ഭാരവാഹികൾ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.